ഇന്ന് നമ്മുടെ ഡെലിവറൻസ് സൺഡേ ആണ്. And looking at that, this time, this day is our deliverance Sunday. 430 വർഷമായിട്ട് ഫറവോന്റെ അടിമത്തത്തിൽ കിടന്ന ഇസ്രായേലിനെ വിടുവിച്ചെടുത്ത ദിവസത്തിന് പെസഹ എന്ന് പറയുന്നു. And it will call the Passover day. After 430 years they have been in bondage, and the day that they were delivered was so called. ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? And was the specialty of that day? അന്ന് ഹല്ലേലൂയ ഒരു സംഭവം നടന്നു. And that day something happened. ആ സംഭവത്തിന് ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന പേര് എക്സോഡസ്. And what has happened that day, and it has been called Exodus. മലയാളം വേദപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്, in Malayalam you read it, എന്തുവാ അവർക്ക് പറഞ്ഞാട്ടെ, പുറപ്പാട്. it's called Purapad. ഹല്ലേലൂയ. ആബീബ് മാസം 14-ാം തീയതി And on the day of Abib 14, പെസഹ കുഞ്ഞാടിനെ അറുത്തുകൊണ്ട് and killing the Passover lamb, ചോരത്തിൽ ആചരിച്ച ജനം and the people who were doing the sprinkling of the blood, പുറപ്പാടിലേക്ക് വന്നു. and they came to an Exodus. ഒരു പുറപ്പാടിലേക്ക് വന്നു. They came to an Exodus. They came to an Exodus. ഇന്ന് പകൽക്കാലം എനിക്കും ഒരു പുറപ്പാടുണ്ടെന്ന് വിശ്വസിക്കുന്നവർ, there is an Exodus for you. There is an Exodus for you. നിനക്കൊരു പുറപ്പാടുണ്ട്, നിനക്കൊരു പുറപ്പാടുണ്ട്. And you also got an Exodus. You also have an Exodus. Yes, you have an Exodus. Amen. Amen. അങ്ങനെയുള്ളവർക്ക് വേണ്ടി എഴുതി വച്ചിരിക്കുന്ന വേദപുസ്തകത്തിൽ ഹഗായി പറഞ്ഞ 2-ാം അധ്യായത്തിലെ 19-ാം വാക്യമാണ് ഇവിടെ ഈ വായിക്കുന്നത്. ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. And for such people, what has been written in the book of Haggai chapter 2 verse 19 is that from this day I will bless you. Amen. Praise the Lord. അതുകൊണ്ട് നമ്മൾ ഉറക്ക വിശ്വാസത്തോടെ ഈ വാക്യം ഒന്ന് പറയാൻ പോവാ. So we are going to say this verse very loudly, this verse. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. From this day I will bless you. From this day I will bless you. From this day I will bless you. വിശ്വസിക്കുന്നവർ കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ടെ. Those who believe, clap your hands and glorify the Lord. വിശ്വാസം വ്യാപരിക്കട്ടെ. ഇന്ന് പകൽക്കാലം സൗഖ്യമാക്കുന്ന വിശ്വാസം, വിടുവിക്കുന്ന വിശ്വാസം, ബന്ധന്മാരെ അഴിച്ചുവിടുന്ന വിശ്വാസം നിന്റെ ജനത്തിന് മധ്യേ വ്യാപരിക്കട്ടെ. നാളുകളായി ശത്രു കെട്ടി വച്ചിരിക്കുന്ന എല്ലാ കെട്ടുകളെയും അഴിക്കത്തക്കവണ്ണം ഇന്ന് പകല് ദൈവശക്തി വിശ്വാസത്താൽ വ്യാപരിക്കട്ടെ. Hallelujah. Today, by the faith, let it manifest that all the bondages that have been bound in your life, by faith, let it break by the power of the Lord. Amen. Amen. Praise the Lord. Praise the Lord. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന 31-ാം സങ്കീർത്തനം, the psalm which you have taken today, Psalm 31. നോക്കിയാൽ if you look at that, അതിനകത്ത് 4 പ്രാവശ്യം there 4 times സങ്കീർത്തനക്കാരൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. the psalmist is praying to the Lord, വിടുവിക്കണമേ, deliver me, വിടുവിക്കണമേ, deliver me, വിടുവിക്കണമേ, deliver me. Praise God. ഇന്നോട് നമുക്ക് ചില വാക്യങ്ങൾ നോക്കാം. Certain verses, ഒന്നാം വാക്യം, verse 1. യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുതേ. നിന്റെ നീതി നിമിത്തം എന്നെ വിടുവിക്കണമേ. ഒന്നാമത് പറയുന്നു, firstly it is said, നിന്റെ നീതി നിമിത്തം എന്നെ വിടുവിക്കണമേ. deliver me in thy righteousness. Hallelujah. Hallelujah. എന്റെ നീതി വെച്ച് വിടുവിക്കപ്പെടാൻ ഒരു സാധ്യതയും there is no possibility to see that I'll be delivered by my righteousness. പക്ഷേ ദൈവമേ, നിന്റെ നീതി നിമിത്തം എന്നെ വിടുവിക്കണം. Lord, because of your righteousness deliver me. ദാവീദ് പ്രാർത്ഥിച്ച പോലെ നമുക്ക് വേണമെങ്കിൽ പ്രാർത്ഥിക്കാം. And like David prayed, we can also pray. കർത്താവേ, Lord, ഞങ്ങളുടെ ഭക്തി കൊണ്ടല്ല, not by our faith, ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ടല്ല, not by our prayer, ഞങ്ങളുടെ ഉപവാസം കൊണ്ടല്ല, not by our fasting, ഞങ്ങളുടെ കൈകൊട്ട് കൊണ്ടല്ല, not because of our clapping hands, ഞങ്ങളുടെ ആരാധന കൊണ്ടല്ല, not because of our worship, ഞങ്ങളുടെ ഒരു ഗുണവും കൊണ്ടല്ല, no quality of ours, നിന്റെ നീതി നിമിത്തം
by your righteousness. ഞങ്ങളെ ഒന്ന് വിടുവിക്കണമേ. Please deliver us. നിന്റെ നീതി നിമിത്തം By thy righteousness. ഞങ്ങളെ ഒന്ന് വിടുവിക്കണമേ. Please deliver us. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ. മറ്റൊന്നും നോക്കിയില്ലെങ്കിലും കർത്താവ് തന്റെ നീതി നിമിത്തം ദൈവത്തിന്റെ ശക്തിയെ നിനക്ക് വേണ്ടി അയച്ച്, ദൈവശക്തി നിന്റെ കുടുംബത്തിൽ അയച്ച്, ദൈവശക്തി നിന്റെ തലമുറയിൽ അയച്ച്, ദൈവശക്തി നിന്റെ സാമ്പത്തിക വിഷയങ്ങളിൽ അയച്ച് ഇന്ന് പകൽക്കാലം വിടുവിക്കുമെന്ന് വിശ്വസിക്കുവാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? Even if Lord is not looking at anything at all, he will certainly looking upon his righteousness. He will send his power into your family, in your business, in your children's matter and everything, and the Lord will deliver you. വിടുവിക്കുക മാത്രമല്ല, Not only he will deliver. 23-ാം സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്ന ഒരു വാക്യമുണ്ട്. And there is one verse which we see in Psalm 23. ആ വാക്യം ഒന്ന് പറഞ്ഞു വായിച്ചേ. തിരുനാമ നിമിത്തം ഒന്ന് വായിച്ചേ. 3. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമം നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. Praise the Lord. And he says, he leadeth me in the paths of righteousness for his name's sake. തന്റെ നീതി നിമിത്തം വിടുവിക്കുക മാത്രമല്ല, Not only he deliver by his righteousness, തിരുനാമ നിമിത്തം because of his name, നമ്മളെയും we also നീതിപാതകളിൽ in the right path, നടത്തും. Praise the and Lord. he will make us walk. Hallelujah. Hallelujah. ദൈവം വിടുവിച്ചാൽ If the Lord delivers, പിറ്റേ ദിവസം തൊട്ട് from next day onwards, അല്ല ഇന്ന് മുതല് from today onwards, നിന്റെ നടപ്പിന്റെ പാത മാറാൻ പോകുകയാണ്. and the place where you walk is going ഇന്ന് to പകല് change. ദൈവത്തോട് പറയേ, കർത്താവേ എന്റെ നടപ്പിന്റെ പാതയൊന്ന് മാറ്റിത്തരണം. ഞാൻ മടുത്തിരിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ നടന്ന വഴികളെ ഓർത്ത് ഞാൻ മടുത്തിരിക്കുകയാണ്. ഇന്ന് മുതൽ ഒരു പുതിയ പാതയിൽ തിരുനാമ നിമിത്തം നീതി പാതയിൽ എന്നെ നടത്തണമേ. And today you tell your Lord, oh, I have been fed of walking in the path all these days. Lord, give me a new path, and by thy righteousness make me walk in thy path. ഈ രണ്ട് വാക്യം കൂടെ കൂട്ടിച്ചേർത്താ കിട്ടുന്ന അർത്ഥം എന്നാണെന്നറിയാമോ? What's the meaning that you get if you club both these verses together? ദൈവം നിന്നെ വിടുവിക്കുമ്പോ When the Lord delivers you, ദൈവത്തിന്റെ നീതി the righteousness of God നിന്റെ നീതിയായി മാറും. will turn to be your righteousness. നീതിമാനായ ദൈവം നിന്നെ വിടുവിക്കുമ്പോൾ ദൈവത്തിന്റെ നീതി നിന്റെ നീതിയായി മാറുമ്പോൾ നിന്റെ നടപ്പ് അവന്റെ നീതിയിലായിരിക്കും. And the Lord who is righteous, when he make you righteous, then his righteousness will become your righteousness. ദൈവത്തിന്റെ നീതി നിന്റെ ജീവിതത്തിലോട്ട് വന്നാലത്തെ ഗുണം എന്നറിയാം? What's a good thing when the Lord's righteousness is coming to your life? Praise the Lord. Praise the Lord. Hallelujah. ഈ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ In the younger days when we were studying in the school, ഒരു രണ്ട് പിള്ളേർക്ക് for 2 children സയൻസിന് in science, മാർക്ക് കിട്ടിയപ്പോൾ ഒരു കംപ്ലൈന്റ് ഉണ്ടായി. their complaint was raised when they got the marks. Praise the Lord. ഒരുത്തന് ശരിയിട്ട് കൊടുത്ത ആൻസർ The answer for which the tick marks was given for 1, തെറ്റായിരുന്നു. it was actually wrong. അവന് ഫുൾ മാർക്ക് കൊടുത്തു. He was given full marks. അവന്റെ ഒപ്പം മാർക്ക് കിട്ടിയ മറ്റവൻ, Another one who got the same marks with him. ഈ പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇപ്പം എനിക്കറിയത്തില്ല, പിള്ളേര് മാർക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ കോമ്പീറ്റ് ചെയ്യുന്ന പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ആൻസർ പേപ്പർ ഒന്ന് കമ്പയർ ചെയ്യും. And these days I don't know how it is happening, but earlier days and the competing children will look upon the marks received by each of the kids. ഇപ്പൊ ചെയ്യാറുണ്ടോ? Now whether it is being done, എന്നിട്ട് എന്താ മനസ്സിലാക്കുന്നത്? if you are doing it after, കുശുമ്പ് കൂടുകയല്ലാതെ പ്രയോജനമുള്ള മനസ്സിലാക്കാറുണ്ടോ? and whether your envy is on the increase or something good is coming out of that. ഏതായാലും കമ്പയർ ചെയ്ത് നോക്കി. And it was compared. നോക്കിയപ്പോ കൂട്ടുകാരൻ കണ്ടുപിടിച്ചു The friend found, അവന്റെ ആൻസറിന് മിസ്റ്റേക്ക് ഉണ്ട്. and there is a mistake in his answer. എന്നിട്ട് സാറ് ഫുൾ മാർക്ക് കൊടുത്തേക്ക്. The sir has given full marks. സഹിക്കോ? Whether he can stand it. സാറിന്റെ അടുത്ത് ചെന്നിട്ടും പറഞ്ഞു, And സാറേ he went to the master and said, ഇവന്റെ തെറ്റാ ഒരു ഉത്തരം. and the one answer is wrong. അവനും ഫുൾ മാർക്ക് കൊടുത്തു. He has been given full marks. എനിക്കും ഫുൾ മാർക്ക് കിട്ടി. I also got full marks. സാറ് പറഞ്ഞു, നിനക്ക് ഫുൾ മാർക്ക് കിട്ടിയാ പിന്നെ നീ എന്താ ബഹളം ഉണ്ടാക്കുന്നത്? And the sir said, you got full marks, then why you complain? ഏതായാലും At any rate, ഫുൾ മാർക്ക് ഉള്ളവൻ വിട്ടില്ല. and the one who got the full marks, he did not leave it. അവൻ പറഞ്ഞു, He said, സാറേ ഉത്തരം ശരിയാണെങ്കിൽ ഫുൾ മാർക്ക് കിട്ടണം. and sir, if the answer is right, the full mark should be എന്റെ given. ഉത്തരം ശരിയാണ്, If my answer is right, എനിക്ക് ഫുൾ മാർക്ക് കിട്ടണം. I got the full marks. ഇവന്റെ ഉത്തരം ശരിയല്ല, If the answer is wrong, ഇവന് ഫുൾ മാർക്ക് കിട്ടാൻ he പറ്റത്തില്ല. should not get the full marks. ഉടനെ സാറിനെന്നറിയാമോ? Then you know what the sir said? എടാ നിന്റെ കയ്യക്ഷരം കൊള്ളുകയില്ല, അവന്റെ നല്ല കയ്യക്ഷരമാണ്. His handwriting is good, but yours is not good. പ്രൈസ് ദി ലോർഡ്. നിനക്ക് തന്നേക്കുന്നത് ഉത്തരത്തിന്, And what has been given to you is for your അവന് answer. കൊടുത്തേക്കുന്നത് കയ്യക്ഷരത്തിന്. Because of his good handwriting, I gave him marks. സാർ അബദ്ധം പറ്റിയെന്ന് സമ്മതിക്കുകയില്ല. And the sir will not acknowledge and accept he committed a mistake. ഇവിടുത്തെ സാർമാർ എനിക്ക് അറിയത്തില്ല, ഞാൻ കണ്ട ഒത്തിരി സാർമാര് അബദ്ധം പറ്റിയാ സമ്മതിക്കുകയില്ല. And what all the sirs I have found that if they commit a mistake, they will not വേറെ acknowledge it. ആരെ വേണേ പറഞ്ഞ് മനസ്സിലാക്കാം. And you can make understand anyone. ഈ സാർമാരെ പഠിപ്പിക്കാൻ ഒരു രക്ഷയില്ല, അവർ പഠിപ്പിക്കത്തേ ഉള്ളൂ, പഠിക്കത്തില്ല. You cannot teach a teacher, they will not learn at all. സാറ് സമ്മതിച്ചില്ല. The sir did not acknowledge.
ഒടുക്ക ഇവൻ ഒരൊറ്റ കാര്യം അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. And now this boy said something loudly. സാറേ, ഇത് നീതിയല്ല. Sir, this is not right. Praise the Lord. ആ ഒരു സംഭവം എന്റെ മനസ്സിൽ, തിരുനാമ നിമിത്തം നീ എന്നെ നീതിപാതകളിൽ നടത്തുന്നെന്ന് പറയുമ്പോൾ ഓടി വരിക. And at the time when it is said, by thy righteousness you make me walk in the right path, then I'm running. ആമേൻ. മിഡിൽ സ്കൂളിൽ നീതി കിട്ടത്തില്ല. In the middle school you may not get the righteous. ചിലപ്പോൾ ഹൈസ്കൂളിലും നീതി കിട്ടത്തില്ല. Maybe you will not get that in the high school. കോളേജിലും ഓഫീസിലും നീതി കിട്ടത്തില്ല. And in the college and the high school they will not get the right. കുടുംബത്തിൽ ഒരു പക്ഷേ നിനക്ക് നീതി കിട്ടത്തില്ല. You might not get the justice. നിന്റെ കൂട്ടുകാരുടെ മധ്യേ നിനക്ക് നീതി കിട്ടത്തില്ല. You might not get the justice in all these നിന്റെ places. സമൂഹത്തിൽ നിനക്ക് ഒരു പക്ഷേ നീതി കിട്ടത്തില്ല. In your society also you may not get the justice. എന്തിന്? ഒരു പക്ഷേ നിന്റെ സഭയിൽ പോലും നിനക്ക് നീതി കിട്ടിയില്ലെന്നിരിക്കും. And maybe in your church also you might not receive the justice. എന്നാ But സർവശക്തനായവൻ നിന്റെ നീതിയായി മാറുമ്പോൾ, but the Almighty, when it turns to be your righteousness, ആരെല്ലാം നീതി നിഷേധിച്ചാലും നിന്റെ നീതി നിഷേധിക്കപ്പെടുവാൻ അവൻ സമ്മതിക്കത്തില്ല. അവൻ സമ്മതിക്കത്തില്ല. അവൻ സമ്മതിക്കത്തില്ല. whoever denies your justice, he will not ever permit your justice to be denied. ആമേൻ എന്ന് പറഞ്ഞ അർത്ഥം എന്നറിയാമോ? What's the meaning? ഹല്ലേലൂയ. ഒത്തിരി ഇത് കോളേജ് പിള്ളേർക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. I think the college students will understand it very fast. ഒത്തിരി പഠിച്ചിട്ടു You study a lot, പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുന്നില്ല. you don't get the answer marks for the exam. അവര് പറയുന്നത് They say പല കാരണങ്ങളായിരിക്കും. many reasons they might say. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ But പറയട്ടെ, today let me tell you. സർവശക്തന്റെ നീതി നിന്റെ മുൻപടയായാൽ, And if the Almighty's righteousness is നീ walking in your front, അധ്വാനിച്ചതിന്റെ പ്രതിഫലം ആരും കൊണ്ടുപോകുവാൻ സമ്മതിക്കത്തില്ല. ദൈവകരം നിനക്ക് അനുകൂലമായി ചലിക്കുമ്പോൾ നീ ബുദ്ധിമുട്ടിയതിന്, നീ ഉറക്കമിളച്ചതിന്, നീ എഴുതിയതിന് മറുപടി തരുന്നത് നിനക്ക് നല്ല മാർക്ക് തന്നുകൊണ്ടായിരിക്കും. ഇതാണ് സർവശക്തന്റെ നീതി. and the righteousness of the Almighty is that when you work hard, the reward of your toil will not go in waste, because he will certainly reward you for your hard work. ഇത് പഠിക്കുന്നവരുടെ കാര്യം. That's about the people who are ഇനി studying. ജോലിക്കാരുടെ കാര്യം. And the employed ones. നിനക്ക് കിട്ടേണ്ട പ്രൊമോഷൻ, And the promotion that you should get. നിനക്ക് കിട്ടേണ്ട ഇൻക്രിമെന്റ്, The increment that you should get. നിനക്ക് കിട്ടേണ്ട The പ്ലേസ്മെന്റ്, placement that you should get. നിന്നേക്കാൾ അവൻ കഴിവില്ലാത്തവനും അവൻ ഹല്ലേലൂയ വിദ്യാഭ്യാസമില്ലാത്തവനും അവൻ ഈ ലോകത്ത് കൊടുക്കുമ്പോൾ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ, ഇത് നീതിയല്ല. This is not just, this is not right. You had said when other people less qualified than you has been given the promotion, when you have been denied it. ആമേൻ. ഈ കച്ചവടക്കാരുടെ കാര്യം, About businessmen നിന്നേക്കാൾ ചീത്ത സാധനം and bad things than you supply, നീ വിൽക്കുന്നതിനേക്കാൾ വില കൂട്ടി and giving more price for that, വിറ്റിട്ടും even if they are sold. അവന് കച്ചവടമുണ്ട്, നിനക്ക് കച്ചവടം കുറവ്. He's got business, but your business is short. നിന്റെ ഉള്ളം പറയുന്നില്ലേ, Your heart is saying, തട്ടിപ്പും വെട്ടിപ്പും കാണിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കിടക്കുന്നതെന്ന്. and I am in this fashion because I'm not committing any wrong or bad thing. ഇത് നീതിയല്ലെന്ന് ചിന്തിക്കുന്നില്ലേ? You might think that, oh, this is not right. ജോലിക്കാര് ചിന്തിക്കുന്നില്ലേ? The employers are saying, ഇൻക്രിമെന്റ് കിട്ടാത്തത് നീതിയല്ല, and I don't get the increment. This is പ്രൊമോഷൻ not right. കിട്ടാത്തത് നീതിയല്ല, I'm not getting the promotion. This is not justice. പ്ലേസ്മെന്റ് കിട്ടാത്തത് നീതിയല്ല, I don't get the placement. That is not കുഞ്ഞുങ്ങൾ justice. പറയുന്നു മാർക്ക് കിട്ടാത്തത് നീതിയല്ല, The children say, I'm not getting the marks. This is ഫസ്റ്റ് not ക്ലാസ് justice. കിട്ടാത്തത് നീതിയല്ല, First class I'm not getting. ഡിസ്റ്റിങ്ഷൻ കിട്ടാത്തത് നീതിയല്ല, Distinction I'm not getting. That is not റാങ്ക് right. കിട്ടാത്തത് നീതിയല്ല. I'm not getting the rank. എന്നാൽ ഇന്ന് പകൽക്കാലം But today, നിന്റെ ദൈവം നിന്റെ നീതിയായ if your God is becoming your righteousness, ഇന്നു മുതൽ from today, ഇന്നു മുതൽ from this day, ഇന്നു മുതൽ from this day, നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുവാൻ പോകയാണെന്ന് situation- വിശ്വസിക്കാമോ? your situation is going to change. Can you believe it? നിന്റെ ബിസിനസിന്റെ അടിത്തറയ്ക്ക് മാറ്റം വരാൻ പോകയാണെന്ന് വിശ്വസിക്കാമോ? And the foundation of business is going to നിന്റെ change. ബിസിനസിന്റെ പ്രോഗ്രസിന് മാറ്റം വരാൻ പോകയാണെന്ന് വിശ്വസിക്കാമോ? And there is going to be a change in your നിന്റെ ജോലിക്ക് മാറ്റം വരാൻ പോകയാണെന്ന് There is going വിശ്വസിക്കാമോ? to be a change in your job. നിന്റെ പരീക്ഷയിൽ കിട്ടുന്ന മാർക്കിന് മാറ്റം വരാൻ വിശ്വസിക്കാമോ? And there is going to be a change in the marks that you I receive. command in the mighty name of Jesus of Nazareth. Hallelujah. In the mighty name of the Lord ഇന്നു Jesus. മുതൽ കർത്താവേ ദൈവമേ, Hallelujah. ചില വ്യവസ്ഥകൾക്ക് മാറ്റം വരട്ടെ, ചില Hallelujah. അവസ്ഥകൾക്ക് മാറ്റം വരട്ടെ, ചില Hallelujah. അവസ്ഥകൾക്ക് മാറ്റം വരട്ടെ, Amen. ചില അവസ്ഥകൾക്ക് മാറ്റം വരട്ടെ, Hallelujah. അടിസ്ഥാനപരമായി മാറ്റം വരട്ടെ, അടിസ്ഥാനപരമായി മാറ്റം വരട്ടെ, അടിസ്ഥാനപരമായി മാറ്റം വരട്ടെ. Hallelujah. Oh, in the name of Jesus, I Amen. command, അഴിയട്ടെ, അഴിയട്ടെ. Hallelujah. എല്ലാ ബന്ധനങ്ങളും അഴിച്ചു മാറ്റിക്കൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ കൃപ അടിസ്ഥാനപരമായി വ്യാപരിക്കട്ടെ. Hallelujah. 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 ഹർത്തല ബൗഡക രഗടക ജഗലക രന്തരമാര. Hallelujah. ആമേൻ, 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 ആമേൻ. അഴിയട്ടെ, അഴിയട്ടെ. Amen.
എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ, Hallelujah. എല്ലാ കെട്ടുകളും അഴിയട്ടെ, Amen. എല്ലാ പോരുകളും അവസാനിക്കട്ടെ. Amen. Hallelujah. Hallelujah. Let the change come down, and Yes. the change should come at the Yes. foundation level. Hallelujah. എല്ലാവരും ആരാധിച്ചാട്ടെ, Worship everyone. എല്ലാവരും കരങ്ങളടിച്ച് ആരാധിച്ചാട്ടെ. Clap your hands and worship. ഇന്ന് വ്യത്യാസങ്ങൾ വരുന്ന ദിവസമാകട്ടെ, And today is the day when the change is going to come. മാറ്റങ്ങൾ വരുന്ന ദിവസമാകട്ടെ. A change is going to come today. യേശുവിന്റെ നാമത്തിൽ, In the name of Jesus. യേശുവിന്റെ നാമത്തിൽ, In the name of Jesus. യേശുവിന്റെ നാമത്തിൽ, In the name of Jesus. യേശുവിന്റെ നാമത്തിൽ In the name of Jesus. മാറ്റങ്ങൾ വരട്ടെ, Let the change come. മാറ്റങ്ങൾ വരട്ടെ. Let the change come. Hallelujah. 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 Oh, Jesus. Let the change come. Jesus, Hallelujah. the name of Jesus. Hallelujah. Amen, amen. Rauda, rabala, Amen, rabala, amen. shababalara. Amen. Amen. Hallelujah. 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 Amen. Amen. ഹഗ്ഗായി Haggai രണ്ടാം അധ്യായം chapter 2 18 വാക്യം. verse 18. ഹഗ്ഗായി രണ്ടാം അധ്യായം 18 വാക്യം. Verse 18 chapter 2 book of Haggai. നിങ്ങൾ ഇന്ന് തൊട്ട് ആ, മുമ്പോട്ട് ദൃഷ്ടി വെക്കുവിൻ. ഇന്ന് തൊട്ട് മുമ്പോട്ട് ദൃഷ്ടി വെക്കാൻ. Consider now from this day and upward. 2007 ഒക്ടോബർ മാസം എത്ര തീയതി ഇന്ന്? Now today, 28. and today is the 20th day of October year 2007. ആമേൻ. ഹഗ്ഗായി രണ്ടാം അധ്യായം 18 വാക്യം പറയുകയാണ്, And Haggai chapter 2 verse 18 says, 2007 ഒക്ടോബർ മാസം 28 തീയതി തൊട്ട് നോക്കിക്കോളാം. and you count the days from October 28 year 2007 onwards. ഇന്ന് പകല് Today, നിങ്ങളതൊന്ന് കുറിച്ചിടണം. you note it down. 2007 Year 2007 ഒക്ടോബർ മാസം 28. October 28. എന്നിട്ട് Then, ഈ ആശുപത്രിയിൽ കിടക്കുന്ന രോഗികളെ and the patients who are laid up in the hospital, ഡോക്ടർ ചിലപ്പോൾ ഒരു ദിവസത്തിൽ പ്രാവശ്യം വരത്തുള്ളൂ. and the doctor will come and make the visit only one time in a day. ചില ആസ്പത്രിയിൽ 2 ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ. And in certain hospital, maybe in 2 days the visit is done. പക്ഷെ അപ്പോഴും നേഴ്സുമാർ ഇടക്കിടയ്ക്ക് കയറി വരും. Even then the nurses will come down at times. എന്തിനാണെന്നറിയാം? What for? ടെമ്പറേച്ചർ നോക്കാൻ. And in order to check the temperature. Praise the Lord. Praise the Lord. പനി എന്നിട്ട് എഴുതി പോകും. And that will be noted down. അതുപോലെ The fever level will be noted down likewise ഇന്ന് തൊട്ട് from today. ഇടക്കിടയ്ക്ക് ടെമ്പറേച്ചർ ഒന്ന് നോക്കണം. At times you have to check the temperature. രാവിലെ നോക്കണം, In the morning you have to check. വൈകിട്ട് നോക്കണം, In the evening, എല്ലാ ദിവസവും നോക്കണം. every day you have to check it. ടെമ്പറേച്ചർ അതുപോലെ തുടരുകയാണെങ്കിൽ And the temperature is going in the same way. എഴുതി വെക്കണം, നോ ചേഞ്ച്. No change, you have to note it down. മാറ്റമുണ്ടെങ്കിൽ If there is a change, 102 ആയിരുന്നത് what has been 102? 101.5 ആയെങ്കിൽ And if it becomes 101.5, എഴുതി വെക്കണം 101.5. and it has been 101.5, 101 ആയെങ്കിൽ if it becomes 101, 101. it is 101. ആമീൻ. അല്ല അങ്ങനെ താണ് വരുന്നുണ്ടെങ്കിൽ Or if it is going down, ആ പോയിന്റ് ആയിട്ട് എഴുതി വെക്കണം. and note it down point by point. നോർമൽ ആകുകയാണെങ്കിൽ If it becomes normal, അപ്പൊ അത് എഴുതി വെക്കണം. then you note it down. ചില പനിയൊക്കെ ഒരു ക്രോസിംഗ് കൊടുത്താൽ നോർമൽ ആവും. And just by giving one cross in, certain fever will just go down. ചിലതൊക്കെ ക്രോസിനും പിന്നെ ഒരു ആന്റിബയോട്ടിക്കും കൊടുത്താൽ നോർമൽ ആവും. For certain fever, and the cross in should be added on with an antibiotic. വേറെ ചിലതുണ്ട് Yet one. ഓപ്പറേഷൻ കൂടെ ചെയ്യണം. And for some, the operation has to become പക്ഷെ ഒരു practical. കാര്യമുണ്ട്, One thing is sure, ക്രോസിംഗ് കൊണ്ട് കുറയും. and with crossing it will go down. അപ്പൊ കുറയുന്നില്ലെങ്കിൽ If it does not go down, എന്തോ കാര്യമായ പ്രശ്നമാണ്. some serious problem is there. ആമേൻ. ഇത്രയും കാര്യങ്ങളൊന്ന് ഡയഗ്നോസ് ചെയ്യാനായിട്ട് In order to diagnose all these things, ഹല്ലേലൂയ ആശുപത്രി ചെയ്യുന്ന പോലെ and like the hospitals do, ഇന്നത്തെ ഡേറ്റ് ഒന്ന് കുറിച്ച് you വെച്ചിട്ട് note down today's date. ഇനി അടുത്ത മാസം Next month, അവസാനത്തെ ഞായറാഴ്ച the last Sunday of every month, ഈ ചാർട്ട് കൊണ്ടുവരണം. this chart you have to bring. അനക്കമില്ലാത്തവനും കൊണ്ടുവരെ, And the one who does not have any change, he also bring. കുറഞ്ഞവനും കൊണ്ടുവരെ, One who's got it lower down should also bring. മാറിയവനും കൊണ്ടുവരെ. One who for whom it is changed, let him bring. 2 കൂട്ടർ ഇവിടെ തന്നേച്ചാൽ മതി. Only 2 groups need give. അനക്കമില്ലാത്തവനും എഴുതി തന്നെ, And one who does not have any movement, he need not write it down. മാറിയവനും എഴുതി തന്നെ. And the one who's got a change, write it down. അല്ലാത്തവൻ തിരികെ കൊണ്ടപ്പോ And rest of the people take it back. മാറുമ്പോ കൊണ്ടുവന്നാ മതി. And when it is removed completely, you bring it. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ മാസത്തെ ഡെലിവറൻസ് മീറ്റിംഗിൽ സംബന്ധിച്ചിട്ട് And after attending last month's deliverance meeting, ഒത്തിരി പേര് വിഷയങ്ങൾ എഴുതിയിട്ടു. many people wrote down many issues. നിനക്ക് ഒരു വിഷയമുള്ളെങ്കിൽ If you have only one issue, 9 എഴുതാൻ പോകരുത്. don't write all the 9. ഈ മാസം നടക്കേണ്ട ഒരു വിഷയം എഴുതി വെക്കും. One issue that should happen this month, you write it down. അത് മാറി കിട്ടിയിട്ട് ബാക്കി ചെയ്താൽ മതിയല്ലോ. And once that is settled, you write the rest. പ്രൈസ് ദി ലോർഡ്. അപ്പോ കഴിഞ്ഞ പ്രാവശ്യം 3 എഴുതിയിട്ടവരുണ്ട്, 6 എഴുതിയിട്ടവരുണ്ട്, 9 വരെ ഞാൻ എണ്ണിയവരുണ്ട്. And the people have written 3 prayer requests, 6, and even 9 prayer requests have been written by some. ചിലര് വിഷയമില്ലാഞ്ഞിട്ട്
അയലോക്കക്കാരുടെ വിഷയം എഴുതിയിട്ടുണ്ട്. And some people, they don't have any issue, so their neighbor's issue has been written. ചിലർ കേരളത്തിൽ വിഷയമില്ലാഞ്ഞിട്ടും വടക്കേ ഇന്ത്യയിലത്തെ വിഷയം എഴുതിയിട്ടുണ്ട്. For some people, they don't have any issue in the Kerala state, and about the North India they are written. വേറെ ചിലർ ഇന്ത്യ മഹാരാജ്യം വിട്ട് അമേരിക്കയിൽ വരെ വിഷയം And എഴുതിയിട്ടുണ്ട്. some people are even gone from the Indian subcontinent and gone to United States issue. റഷ്യയും ചൈനയും ഒക്കെ അങ്ങോട്ട് മാനസാന്തരപ്പെടാൻ വേണ്ടി വരെ എഴുതിയിട്ടുണ്ട്. And in order transformation should come in Russia and China, the prayer request has been written. റഷ്യ മാനസാന്തരപ്പെട്ടാലും മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിന്റെ കുഞ്ഞിന്റെ അസുഖം മാറിയില്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. Even if Russia and China is getting transformed, if the issue of your children, the sickness is not healed, what use it is? ഞാൻ പറഞ്ഞല്ലോ, ആദ്യം തലയിലുള്ള തീയം കെടുത്ത് And first quench the fire on your head, then go after other people. അതുകൊണ്ട് ഒത്തിരി പേര് എഴുതിയിട്ടുണ്ടെങ്കിലും എഴുതിയിട്ട വിഷയങ്ങളിൽ Many people have written from out of the issue that you have written, ഒരെണ്ണത്തിനെങ്കിലും at least one. മറുപടി കിട്ടിയിട്ടുള്ളവർ And those who got the answer for it, ഒന്ന് കൈ ഉയർത്താം. can you lift your hand? Praise the Lord. Praise the Lord. നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിൽക്കുന്നത് It will be good if you are standing up ഒരു now. വിഷയത്തിനെങ്കിലും മറുപടി കിട്ടിയോ? At least for one issue, you got your prayer request answered. Such people, please stand up in your respective places. Praise the Lord. രണ്ട് പാസ്റ്റർമാരൊന്ന് ബാബുച്ചാനും ഒന്ന് തമ്പിച്ചാനും ഇവരുടെ എണ്ണം എനിക്കൊന്ന് എടുക്കണം. എത്ര പേര് ഗുണപ്പെട്ടെന്ന് അറിയാൻ വേണ്ടി. Babuchan and Thambichain, please note down the number of the people who are standing now. നിൽക്ക്. Please അന്നേരം ഞാൻ ഒരാളെ ഈ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് കിട്ടിയ മറുപടി, അതായത് വെറുതെ സാധാരണ സംഭവം ജലദോഷം മാറി എന്നുള്ളതാണെങ്കിൽ പറയണ്ട, കല്ല് വെച്ച മറ്റുള്ളവർ കേട്ട് കഴിഞ്ഞ് ഇതൊരു വലിയ സംഭവമായിരുന്നു കേട്ടോ, ഇത്രയും വലിയ ദൈവമാണോ ഈ ദൈവം, അങ്ങനെ ചിന്തിക്കുന്ന വിഷയത്തിൽ അനുഭവം കിട്ടിയ ഒരാൾക്ക് മുമ്പോട്ട് കടന്നു വരാം. ഈ ഭാഗത്തുനിന്ന് ഒരാൾക്ക് ഈ ഭാഗത്തുനിന്ന്, from the left side and from the right side, from the brother side and sister side, and one person can come forward who got a testimony, and that has got a punching testimony. Praise the Lord. എൻ്റെ പേര് നിഷ പീറ്റർ. ഞാൻ കാരകുളത്തുനിന്ന് വരുന്നു. കഴിഞ്ഞ 2-3 മാസത്തോളമായി ചിക്കുൻ ഗുനിയ ബാധിച്ച് എനിക്ക് എഴുന്നേൽക്കുവാൻ പോലും നിവൃത്തിയില്ലാതെ ഞാൻ ഈ ആലയത്തിൽ വന്നു പോയിക്കൊണ്ടിരുന്നു. 2.5 മാസത്തോളം വളരെയധികം ശാരീരികമായ വേദനയാലും കാലുകൊണ്ട് വളരെ ഭാരത്തോടെയാണ് ഞാനിവിടെ വന്നിരുന്നത്. എന്നാൽ കഴിഞ്ഞ സൺഡേ വന്ന ആ ഡെലിവറൻസ് മീറ്റിങ്ങിൽ അന്ന് തന്നെ ദൈവം എനിക്ക് പൂർണ്ണമായ സൗഖ്യം നൽകി തന്ന് കർത്താവിൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ മാനിച്ചു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട്. എന്തോ കുനിയാണെന്ന് തോന്നും, എന്നാൽ വന്നവർക്കറിയാം അതിന്റെ വേദന മാറി കിട്ടിയതിന്റെ സുഖം. And the chikungunya, when she has been healed, the one who is not infected will not understand the depth of it, but one who has suffered it and the pain of it, and they will understand it. മനസ്സിലായി? ഡോക്ടർമാർ വരെ പറയുന്നത്, Even the doctors say, തെങ്ങേന്ന് വീണവനെ ഒന്നിനും കൊള്ളുകയില്ല എന്ന് പറയുന്നത്, and what has fallen out of the coconut tree, it is not good. ചിക്കൻഗുനിയ വന്നാൽ, if the chikungunya is infected, പിന്നെ ഒന്നിനും കൊള്ളുകയില്ല, it is not good for anything at all. അങ്ങനത്തെ ഒരു കേസ് കേട്ടാണ് വന്ന് പറഞ്ഞത് കർത്താവ് വിടുവിച്ചത്. A case like that came and testified the Lord healed her. ആമേൻ. Amen. കഴിഞ്ഞ ഡെലിവറൻസിൽ ഒരു രോഗത്തിൽ നിന്ന് വിടുതൽ കിട്ടി. And from a sickness she got healing. എൻ്റെ പേര് തമ്പി ചെറിയാൻ എന്നാണ്. ഞാൻ താമസിക്കുന്ന ആലുവയിലാണ്. തമ്പിയുടെ വൈഫ് നിഷ ഇറ്റലിയിൽ സ്പെയിനിൽ ഒരു കന്യാസ്ത്രീ ആയിരിക്കുമ്പോൾ ഒരു ഞായറാഴ്ച വളരെ യാദൃച്ഛികമായിട്ട് ഇവിടെ ആരാധനയ്ക്ക് വന്നു. അന്ന് വന്നപ്പോൾ കന്യാസ്ത്രീമാരുടെ ഉടുപ്പുമിട്ടാണ് വന്നത്. അന്ന് സാക്ഷി പറയുവാൻ ഒരവസരം ഇവിടെ കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ലീവ് കഴിഞ്ഞപ്പോൾ സ്പെയിനിലേക്ക് മടങ്ങിപ്പോയി. അവിടുന്ന് പിന്നെ ലീവിൽ വന്നത് ഉടുപ്പ് ഊരി സ്നാനപ്പെടാനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആ സ്നാനം കഴിഞ്ഞ ശേഷം ഈ സഭയിൽ ആരാധിച്ചുകൊണ്ടിരുന്നു. തമ്പിയുമായുള്ള വിവാഹം കഴിഞ്ഞു. ഇപ്പോൾ അവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവരുടെ ഉപജീവന മാർഗം മെച്ചപ്പെടാൻ, ഇച്ചിരിയുടെ ബെറ്റർ ആകാൻ സ്പെയിനിലേക്ക് തിരികെ പോയാൽ നടക്കുമെന്ന് നിഷയ്ക്ക് തോന്നിയിട്ട് പോകാൻ പറ്റുമോ എന്ന് അവരുടെ ലെവലിൽ പല സ്ഥലങ്ങളിലും അന്വേഷിച്ചു. അതിന് കിട്ടിയ മറുപടി തൊട്ട് നീ തമ്പി പറയും. ദൈവമക്കളെ, അതിന് കിട്ടിയ മറുപടി 100% നടക്കത്തില്ല എന്നായിരുന്നു. അതായത് നമ്മുടെ ജോസഫ് സാർ ഇരിപ്പുണ്ട്. ജോസഫ് സാറും പറഞ്ഞതാണ്, നിങ്ങളുടെ ഭാഗ്യം ഉണ്ടെങ്കിൽ ഒരു വർഷം രക്ഷപ്പെട്ടു. അങ്ങനെ അവസാന മൊമെൻറ്റിൽ ഞങ്ങൾ തൃശ്ശൂരിലുള്ള ഒരു ഏജൻസി പോയി അന്വേഷിച്ചു. അദ്ദേഹം സ്പെയിനിലേക്ക് മാത്രം വിടുന്ന ഒരു ഏജൻ്റാണ് 10 വർഷമായിട്ട്. അദ്ദേഹം പറഞ്ഞു 100% ഇത് നടക്കത്തില്ല എന്നവർ വിധി എഴുതി. അന്ന് ഞങ്ങൾ ദൈവസ്ഥ
വളരെ കരഞ്ഞു. കർത്താവ് ആലോചനപ്പെടുകയാണ് ഇത്ര ഞങ്ങൾ വന്നത്. കഴിഞ്ഞ ഡെലിവേഴ്സ് മീറ്റിംഗിൽ ഞങ്ങൾ വിഷയം എഴുതിയിട്ടിരുന്നു. ഒറ്റ വിഷയം, ദൈവമേ ലോക മനുഷ്യൻ പറഞ്ഞത് സാധ്യമല്ല എന്നാ അങ്ങനെകളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞ് എഴുതിയിട്ടു. ദേവദാസൻ പറഞ്ഞു 99.7% ദൈവം ഈ വിഷയത്തിൽ പ്രവർത്തിച്ചിരിക്കുകയാണ്. ഇനി നിങ്ങൾ ഇറങ്ങിയാൽ മതി. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ലോകം 100% നടക്കത്തില്ലെന്ന് മറുവശത്ത് പറഞ്ഞപ്പോൾ ദേവദാസിന്റെ വായെന്ന് വന്നത് 99.7% ദൈവം പ്രവർത്തിച്ചിരിക്കുന്ന വാക്ക്. അത് മുഖാന്തരം കാര്യങ്ങൾ ക്രമീകരിച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് നിന്ന് സ്പെയിനിലേക്ക് പോകുവാൻ ദൈവം ഇടയാക്കി തീർത്തു. ഹല്ലേലൂയ. ഈ യാത്രയിൽ ഒരിടത്തും ഒരു പ്രോബ്ലം ഇല്ലാതെ വളരെ സന്തോഷത്തോടെ സ്പെയിനിൽ എത്തിച്ചേരുവാൻ സർവശക്തനായ ദൈവം അടികളെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സകല മഹത്വം ദൈവത്തിന് അർപ്പിക്കുന്നു. തിരുനാമം നിമിത്തം എന്നെ നീതിവാദകളിൽ നടത്തുന്നുവെന്ന് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് അനുഭവമാക്കിയ ഈ സാക്ഷ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചാരാധിക്കാം. And let's praise and glorify the Lord, because I believe that she has been escorted by the angels from the moment she boarded the flight, and when she came down there, I praise the Lord because the children of God are always been escorted by the angel. അതോടൊപ്പം ഒരു കാര്യം കൂടെ പറയട്ടെ. One more thing let me add. 100% നടക്കത്തില്ലെന്ന് പറഞ്ഞ ആരെങ്കിലും നിന്നെ നിരാശപ്പെടുത്തി തിരിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം പറയുന്നു, ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. നിന്റെ നിരാശ മാറ്റി, നിന്റെ ശാപം മാറ്റി, നിന്റെ ജീവിതത്തില് നിരാശയും ശാപവും താഴ്ചയും വീഴ്ചയും വന്നത് മാറ്റി നിന്നെ അനുഗ്രഹിക്കുവാൻ, ഇന്നു മുതൽ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ കഴിവുള്ള നസ്രയനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ഉറക്കെ പറ, തിരുനാമ നിമിത്തം എന്നെ നീതിവാദകളിൽ നടത്തുന്ന ദൈവമാണ്. If any person has told you that nothing is going to happen because 100% it will be failure, and you have been asked to go back like that, and your heart is so much in despair and dejected, and you are full of sorrow, but today, and this is the day that Lord, from this day I will bless you, so says the Lord. So you tell to yourself, the Lord is going to deliver you from this day in the name of Jesus. കർത്താവേ, Jesus, നിന്റെ നീതി നിമിത്തം എന്നെ വിടുവിക്കണം. by thy righteousness deliver me. Praise God. നമ്മുടെ നീതിയല്ല, നമ്മുടേതായിട്ടുള്ള ഒരു ക്രെഡിറ്റും പറയാനില്ല. We cannot take credit by any of our prayer or fasting and nothing like that. Not because of our merits, but by His grace. Not by our merits, but by His grace. ഇന്ന് പകല് But today, ഈ കർത്താവിന്റെ കൃപയെ ആശ്രയിക്കാൻ എത്ര പേർക്ക് സാധിക്കും? with how many of it is possible to trust in the grace of this God?